Hi friends, welcome back to Pharma Corner. So today we are going to discuss about Drug and Cosmetic Act. ഇന്നത്തെ വീഡിയോ നമ്മൾ 4 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവുകയാണ്. ഫസ്റ്റ് പോർഷനിൽ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിലെ ഇയേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സെക്കൻഡ് പോർഷനിൽ ഡെഫിനിഷൻസ്, തേർഡ് പോർഷനിൽ ഷെഡ്യൂൾസ് ആൻഡ് ഫോർത്ത് പോർഷനിൽ പ്രീവിയസ് എക്സാം ക്വസ്റ്റ്യൻസ്. 1940 10th April 1940 ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് പാസ്സായത്. അപ്പോൾ ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ട് വാസ് പാസ്ഡ് ഓൺ 10th April 1940. ദെൻ അമെൻമെൻറ്റ്സ്. ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിൻ്റെ അമെൻമെൻറ്റ്സിൻ്റെ ഇയേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നമുക്കത് നോക്കേണ്ടതായിട്ടുണ്ട്. 1955, 1960, 1962, 1964, 1972, 1982, 1986, 1995, 2008, 2011 ആൻഡ് 2018. അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇയർ 1945 ആണ്. 1945 ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് റൂൾസ് ആണ് പാസ്സായത്. അങ്ങനെ ഇയേഴ്സിൻ്റെ പോർഷൻ കഴിഞ്ഞു. നെക്സ്റ്റ് ഷെഡ്യൂൾസ്. There are 2 schedules to Drug and Cosmetic Act and 23 schedules to Drug and Cosmetic Rules. അപ്പോൾ നമ്മൾ പറഞ്ഞു ഡ്രഗ് ആൻഡ് കോസ്മെറ്റിക് ആക്ടിൽ 2 ഷെഡ്യൂൾസ് ആണ് ഉള്ളത്. അതിൽ ഫസ്റ്റ് ഷെഡ്യൂളിൽ പറയുന്നത് ലിസ്റ്റ് ഓഫ് ബുക്സ് സ്പെസിഫൈഡ് ഇൻ ആയുർവേദ സിദ്ധ യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻ. സെക്കൻഡ് ഷെഡ്യൂൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ്സ് ആണ്. സ്റ്റാൻഡേർഡ്സ് ടു ബി കംപ്ലൈഡ് വിത്ത് ബൈ ഇമ്പോർട്ടഡ് ഡ്രഗ്സ് ആൻഡ് ബൈ ദ ഡ്രഗ്സ് മാനുഫാക്ചർഡ് ഫോർ സെയിൽ, എക്സിബിറ്റഡ് ഓർ ഡിസ്ട്രിബ്യൂട്ടഡ്. നെക്സ്റ്റ് ഷെഡ്യൂൾസ് ടു ദ റൂൾസ് ആണ്. 23 ഷെഡ്യൂൾസ് ആണ് റൂൾസിലുള്ളതെന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. അപ്പോൾ ഷെഡ്യൂൾ എയിൽ പറയുന്നത് ആപ്ലിക്കേഷൻ ആണ്. പ്രീ ഫോം ഫോർ ദ ആപ്ലിക്കേഷൻ, എ ഫോർ ആപ്ലിക്കേഷൻ, അങ്ങനെ ഓർക്കുക. ഷെഡ്യൂൾ ബി എന്ന് പറയുമ്പോൾ ബാലൻസ്, ഫീസ് എന്നൊക്കെ അർത്ഥം വരുമല്ലോ. അപ്പോൾ റേറ്റ് ഓഫ് ഫീ ഫോർ ദ ടെസ്റ്റ് ഓർ അനാലിസിസ്. ഇപ്പോൾ ടെസ്റ്റ് അല്ലെങ്കിൽ അനാലിസിസ് ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫീസിനെ കുറിച്ചാണ് ഷെഡ്യൂൾ ബിയിൽ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ബൈ ദ സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി ഓർ ദ സ്റ്റേറ്റ് ഡ്രഗ് ലബോറട്ടറി. സെൻട്രൽ ഡ്രഗ് ലബോറട്ടറി അല്ലെങ്കിൽ സ്റ്റേറ്റ് ഡ്രഗ് ലബോറട്ടറിയിലെ ഫീസിൻ്റെ കാര്യങ്ങൾ, ടെസ്റ്റ് അനാലിസിസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫീസിൻ്റെ റേറ്റിനെ കുറിച്ചൊക്കെയാണ് ഷെഡ്യൂൾ ബിയിൽ പറയുന്നത്. അതേസമയം ഷെഡ്യൂൾ B1 ഇതേപോലെ ഫീയുടെ കാര്യം തന്നെയാണ് പറയുന്നത്. ഫാർമക്കോപ്പി ലബോറട്ടറി ഫോർ ദ ഇന്ത്യൻ മെഡിസിൻ ഓർ ദ ഗവൺമെൻറ് അനലിസ്റ്റ്, അവരുടെ ഫീസിനെ കുറിച്ചുള്ള ഡിസ്കഷനാണ് ഷെഡ്യൂൾ B1 പറയുന്നത് കേട്ടോ. ഇനി അടുത്ത ഷെഡ്യൂൾ സി. ഷെഡ്യൂൾ സി ലിസ്റ്റ് ഓഫ് ബയോളജിക്കൽ ആൻഡ് അതർ സ്പെഷ്യൽ പ്രോഡക്ട്സ്. സി എന്ന് പറയുമ്പോൾ നമ്മുടെ കടലിനെ ഓർക്കുക. കടലിൽ എന്താ പ്ലാന്റ്സും ആനിമൽസും ഒക്കെ ഉണ്ടല്ലേ. അപ്പോൾ ബയോളജിക്കൽ പ്രോഡക്ട്സ് അങ്ങനെ ഒന്ന് ജസ്റ്റ് ഓർക്കുക കേട്ടോ. നെക്സ്റ്റ് വൺ ഷെഡ്യൂൾ C1 ആണ്. C1 പറയുന്നത് മറ്റ് സ്പെഷ്യൽ പ്രോഡക്ട്സിനെ കുറിച്ചാണ്. അതായത് നേരത്തെ ഷെഡ്യൂൾ സിയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് പാരൻറ്ററൽ പ്രോഡക്ട്സ് ആണ്. C1 നോൺ പാരൻറ്ററൽ പ്രോഡക്ട്സ് ആണ്. അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. നെക്സ്റ്റ് ഷെഡ്യൂൾ ഡി. ഷെഡ്യൂൾ ഡി എന്ന് പറയുമ്പോൾ ഡ്രഗ് എക്സെംപ്റ്റഡ്, ലിസ്റ്റ് ഓഫ് ഡ്രഗ് എക്സെംപ്റ്റഡ് ഫ്രം ദ പ്രൊവിഷൻ ടു ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ് ആണ് ഷെഡ്യൂൾ ഡിയിൽ വരുന്നത്. നെക്സ്റ്റ് വൺ ഈസ് E1. ഷെഡ്യൂൾ E1 ലിസ്റ്റ് ഔട്ട് ചെയ്യുന്നത് പോയിസണസ് സബ്സ്റ്റൻസ് ആണ്. ആയുർവേദിക് സിദ്ധ ആൻഡ് യുനാനി സിസ്റ്റം ഓഫ് മെഡിസിൻസിലെ പോയിസണസ് സബ്സ്റ്റൻസിൻ്റെ ലിസ്റ്റ് ഔട്ടാണ് ഷെഡ്യൂൾ E1 പറയുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഓർക്കാം? E ഫോർ ഈവിൽ പോയിസണസ് സബ്സ്റ്റൻസ്, അങ്ങനെ ഓർക്കുക കേട്ടോ. ഇനി അടുത്ത ഷെഡ്യൂൾ എഫ്. എഫിൽ പറയുന്നത് റിക്വയർമെൻറ്റ്സ് ആണ്. ഒരു ബ്ലഡ് ബാങ്കിൻ്റെ ഓപ്പറേഷനും ഫംഗ്ഷനും എന്തൊക്കെ കാര്യങ്ങൾ വേണം, അല്ലെങ്കിൽ ബ്ലഡ് കമ്പോണൻസിൻ്റെ പ്രിപ്പറേഷൻ എന്തൊക്കെ വേണം എന്നുള്ള റിക്വയർമെൻ്റ് ആണ് ഷെഡ്യൂൾ എഫിൽ പറയുന്നത്. ഷെഡ്യൂൾ F1, F2, F3, FF എന്ന് പറഞ്ഞ് വീണ്ടും സബ് പാർട്സ് ആയിട്ടുണ്ട്. അതിൽ F1 വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1, പാർട്ട് 2 ആൻഡ് പാർട്ട് 3. പാർട്ട് 1 പറയുന്നത് പ്രൊവിഷൻ ആപ്ലിക്കേഷൻ ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഓൾ ദ ബാക്ടീരിയൽ ആൻഡ് വൈറൽ വാക്സിൻ. Then part 2, provision applicable to the production of all the sera from living animals. അപ്പോൾ പാർട്ട് 1 ബാക്ടീരിയൽ ആൻഡ് വൈറൽ വാക്സിൻ ആണ്. സെക്കൻഡ് എന്താ പറയുന്നത്? സിറയാണ്. ലിവിങ് ആനിമലിൻ്റെ സിറയെക്കുറിച്ച്, അവിടുത്തെ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ടു ദ പ്രൊഡക്ഷൻ, ആ വക കാര്യങ്ങളാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ ദെൻ പാർട്ട് 3 വരുമ്പോൾ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ ടു ദ മാനുഫാക്ചർ ആൻഡ് സ്റ്റാൻഡർഡൈസേഷൻ ഓഫ് ദ ഡയഗ്നോസ്റ്റിക് ഏജൻസ്. ബാക്ടീരിയൽ ഒറിജിനൽ ആയിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ഏജൻസിൻ്റെ സ്റ്റാൻഡർഡൈസേഷനും മാനുഫാക്ചറും, അവിടെ വേണ്ട പ്രൊവിഷൻസ്, ആപ്ലിക്കബിൾ ആയിട്ടുള്ള പ്രൊവിഷൻസിനെ കുറിച്ചാണ് പാർട്ട് 3 ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ് F2 വരുമ്പോൾ സ്റ്റാൻഡർഡൈസേഷൻ ഫോർ ദ സർജിക്കൽ ഡ്രസ്സിംഗ്. ദെൻ F3 സ്റ്റാൻഡേർഡ് ഫോർ ദ സ്റ്റെറിലൈസ്ഡ് അംബിലിക്കൽ ടേപ്സ്. ആൻഡ് FF ഇമ്പോർട്ടൻ്റ് ആണ്, സ്റ്റാൻഡേർഡ് ഫോർ ദ ഒഫ്താൽമിക് പ്രിപ്പറേഷൻ. ഷെഡ്യൂൾ ജി എന്ന് പറയുമ്പോൾ ഗാർഡിയൻ മെഡിക്കൽ സൂപ്പർവിഷൻ, അങ്ങനെ ഓർക്കുക. ലിസ്റ്റ് ഓഫ് സബ്സ്റ്റൻസ് ദാറ്റ് ആർ റിക്വയർഡ് ടു ബി യൂസ്ഡ് ഓൺലി അണ്ടർ മെഡിക്കൽ സൂപ്പർവിഷൻ ആൻഡ് വിച്ച് ആർ ടു ബി ലേബിൾഡ് അക്കോർഡിംഗ്ലി ആണ് ഷെഡ്യൂൾ ജിയിൽ വരുന്നത്.
Next, Schedule H, HL, a list of prescription drugs. Schedule HX for curbing the misuse of antibiotics and the other drugs. Then Schedule J, J എന്ന് പറയുമ്പോൾ disease or ailments which a drug may not purport to prevent or cure. നമുക്ക് പ്രത്യേകിച്ച് മെഡിസിൻ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല ഇതുവരെ. ഷെഡ്യൂൾ അങ്ങനത്തെ ഡിസീസ് അല്ലെങ്കിൽ എയിൽമെൻസിൻ്റെ ലിസ്റ്റാണ് ഷെഡ്യൂൾ ജെയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഷെഡ്യൂൾ കെ, ഡ്രഗ്സ് എക്സെപ്റ്റഡ് ഫ്രം സർട്ടൻ പ്രൊവിഷൻ റിലേറ്റിംഗ് ടു ദ മാനുഫാക്ചർ ഓഫ് ഡ്രഗ്സ് ആണ് ഷെഡ്യൂൾ കെയിൽ വരുന്നത്. നമ്മൾ നേരത്തെ ഷെഡ്യൂൾ ഡി പറഞ്ഞായിരുന്നു. ഷെഡ്യൂൾ ഡിയിൽ പറഞ്ഞത് ലിസ്റ്റ് ഓഫ് ഡ്രഗ് എക്സെപ്റ്റഡ് ഫ്രം പ്രൊവിഷൻ ടു ഇമ്പോർട്ട് ഓഫ് ഡ്രഗ്സ് എന്നാണ്. ഇവിടെ പറയുന്നത് എന്താണ്? പ്രൊവിഷൻ റിലേറ്റിംഗ് ടു മാനുഫാക്ചർ ഓഫ് ഡ്രഗ്സ്. ഇവിടെ മാനുഫാക്ചറും അവിടെ ഇമ്പോർട്ടും ആണ് പറയുന്നത്. അപ്പോൾ അതൊന്ന് റിലേറ്റ് ചെയ്ത് പഠിക്കുക. നെക്സ്റ്റ് ഷെഡ്യൂൾ L1. L1ൽ പറയുന്നത് ഗുഡ് ലബോറട്ടറി പ്രാക്ടീസ് ആൻഡ് റിക്വയർമെൻറ്റ് ഓഫ് പ്രിമിസസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആണ്. ഷെഡ്യൂൾ എമ്മിൽ എം എന്ന് പറയുമ്പോൾ തന്നെ മാനുഫാക്ചർ എന്ന് ഓർക്കുക കേട്ടോ. ഗുഡ് മാനുഫാക്ചർ പ്രാക്ടീസ് റിക്വയർഡ് ഫോർ ദ ഫാക്ടറി പ്രിമിസസ് പ്ലാൻസ് ആൻഡ് എക്യുപ്മെൻറ്റ്സ് ആണ് ഷെഡ്യൂൾ എമ്മിൽ പറയുന്നത്. M1 ആകുമ്പോഴോ റിക്വയർമെൻറ്റ് ഓഫ് ഫാക്ടറി പ്രിമിസസ് എക്സെട്ര ഫോർ ദ മാനുഫാക്ചർ ഓഫ് ഹോമിയോപ്പത്തിക് പ്രിപ്പറേഷൻ. അപ്പോൾ M1 വരുമ്പോൾ ഫോർ ദ ഹോമിയോപ്പത്തിക് പ്രിപ്പറേഷൻ എന്ന് വരുന്നുണ്ട്. നെക്സ്റ്റ് ഓർക്കേണ്ടത് അതിൽ തന്നെ നമ്മൾ വീണ്ടും പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. 5 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പാർട്ട് 1A, പാർട്ട് 1B, പാർട്ട് സി, പാർട്ട് ഡി ആൻഡ് പാർട്ട് ഇ. പാർട്ട് 1A പറയുന്നത് സ്റ്റെറൈൽ പ്രോഡക്ട്സിനെ കുറിച്ചും, പാർട്ട് 1Bയിൽ ഓറൽ സോളിഡ്സിനെ കുറിച്ചും, പാർട്ട് സിയിൽ ഓറൽ ലിക്വിഡ്സിനെ കുറിച്ചും, പാർട്ട് ഡിയിൽ ടോപ്പിക്കൽ പ്രോഡക്ട്സിനെ കുറിച്ചും, പാർട്ട് ഇയിൽ മീറ്റേഡ് ഡോസ് ഇൻഹേലേഴ്സിനെ കുറിച്ചുമാണ് പറയുന്നത്. ഷെഡ്യൂൾ M2ൽ റിക്വയർമെൻറ്റ്സ് ഓഫ് ഫാക്ടറി പ്രിമിസസ് എക്സെട്ര ഫോർ ദ മാനുഫാക്ചർ ഓഫ് കോസ്മെറ്റിക്സ് ആണ് പറയുന്നത്. നെക്സ്റ്റ് ഷെഡ്യൂൾ M3, അവിടെ എന്താണ്? റിക്വയർമെൻറ്റ്സ് ഓഫ് ദ ഫാക്ടറി പ്രിമിസസ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് മെഡിക്കൽ ഡിവൈസസ്. അപ്പോൾ M2 എന്ന് പറയുന്നത് മാനുഫാക്ചർ ഓഫ് കോസ്മെറ്റിക്സും M3 എന്ന് പറയുന്നത് മാനുഫാക്ചർ ഓഫ് മെഡിക്കൽ ഡിവൈസസും. നെക്സ്റ്റ് വൺ ഈസ് ഷെഡ്യൂൾ N ഫോർ എൻ്റെ ഫാർമസി. അപ്പോൾ നമ്മുടെ ഫാർമസി എങ്ങനെ റൺ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ മിനിമം എക്യുപ്മെൻറ്റ്സ് ഒക്കെ ലിസ്റ്റ് ഔട്ട് ചെയ്യുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ N. അങ്ങനെ ഒന്ന് ഓർത്തിരിക്കുക. ഷെഡ്യൂൾ N എന്ന് പറയുമ്പോൾ ലിസ്റ്റ് ഓഫ് മിനിമം എക്യുപ്മെൻറ്റ്സ് ഫോർ ദ എഫിഷ്യൻറ്റ് റണ്ണിങ് ഓഫ് എ ഫാർമസി. ഷെഡ്യൂൾ O സ്റ്റാൻഡേർഡ് ഫോർ ദ ഡിസിൻഫെക്റ്റൻറ്റ് ഫ്ലൂയിഡ്സ്. അത് തന്നെ 2 പാർട്ടായിട്ടുണ്ട്, പാർട്ട് 1 ആൻഡ് പാർട്ട് 2. പാർട്ട് 1ൽ നോക്കുവാണെങ്കിൽ പ്രൊവിഷൻ ആപ്ലിക്കബിൾ ടു ബ്ലാക്ക് ഫ്ലൂയിഡ് ആൻഡ് വൈറ്റ് ഫ്ലൂയിഡ്, ആൻഡ് പാർട്ട് 2 പ്രൊവിഷൻ ആപ്ലിക്കബിൾ ടു അതർ ഫ്ലൂയിഡ്സ്. ഷെഡ്യൂൾ P, ലൈഫ് പീരീഡ് ഓഫ് ദ ഡ്രഗ്. P4 പീരീഡ് അങ്ങനെ ഓർക്കുക. ദെൻ P1 എന്ന് പറയുമ്പോൾ പാക്ക് സൈസസ് ഓഫ് ദ ഡ്രഗ് ആണ്. ഷെഡ്യൂൾ Q കളേഴ്സ് ആണ്. ലിസ്റ്റ് ഓഫ് കോൾ ടാർ കളേഴ്സ് പെർമിറ്റഡ് ടു ബി യൂസ്ഡ് ഇൻ കോസ്മെറ്റിക്സ്. ദെൻ Q1 എന്ന് പറയുമ്പോൾ സോപ്പിന് പെർമിറ്റഡ് ആയിട്ടുള്ള കളേഴ്സിൻ്റെ ലിസ്റ്റാണ് Q1ൽ പറയുന്നത്. ആൻഡ് ഷെഡ്യൂൾ ആറിൽ എന്താണ്? സ്റ്റാൻഡേർഡ് ഫോർ ദ കോണ്ടംസ് മെയ്ഡ് ബൈ റബ്ബർ, ലാറ്റക്സ് ആൻഡ് അതർ മെക്കാനിക്കൽ കോൺട്രാസെപ്റ്റീവ്സ് ആണ് ഷെഡ്യൂൾ ആറിൽ വരുന്നത്. ദെൻ ഷെഡ്യൂൾ R1ൽ സ്റ്റാൻഡേർഡ് ഫോർ മെക്കാനിക്കൽ കോൺട്രാസെപ്റ്റീവ്സ് മാത്രമേ ഉള്ളൂ. ഷെഡ്യൂൾ S ആണ് നെക്സ്റ്റ് വൺ. അപ്പോൾ ഷെഡ്യൂൾ S ഫോർ സ അല്ലേ. അപ്പോൾ S നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് സ എന്നല്ലേ. അപ്പോൾ സൗന്ദര്യം, അപ്പോൾ കോസ്മെറ്റിക്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ സ്റ്റാൻഡേർഡ് ഫോർ കോസ്മെറ്റിക്സ് എന്ന് നമുക്ക് ഓർക്കാം. ഷെഡ്യൂൾ ടിയിൽ പറയുന്നത് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് ഫോർ ദ ആയുർവേദിക് സിദ്ധ യുനാനി മെഡിസിൻസ് ആണ്. ദെൻ ഷെഡ്യൂൾ TA, ഫോം ഓഫ് റെക്കോർഡ്സ് ഓഫ് യൂട്ടിലൈസേഷൻ ഓഫ് ദ റോ മെറ്റീരിയൽ ബൈ ആയുർവേദിക് സിദ്ധ യുനാനി മാനുഫാക്ചറിങ് യൂണിറ്റ്സ്. ദെൻ ഷെഡ്യൂൾ യുയിൽ പറയുന്നത് പർട്ടിക്കുലേഴ്സ് ടു ബി ഷോൺ ഇൻ ദ മാനുഫാക്ചറിങ് റെക്കോർഡ്സിൽ കാണിക്കേണ്ട പർട്ടിക്കുലേഴ്സിനെ കുറിച്ചാണ് ഷെഡ്യൂൾ യുയിൽ പറയുന്നത്. ആൻഡ് ഷെഡ്യൂൾ U1ൽ പർട്ടിക്കുലേഴ്സ് ടു ബി ഷോൺ ഇൻ ദ മാനുഫാക്ചറിങ് റോ മെറ്റീരിയൽ ആൻഡ് അനലിറ്റിക്കൽ റെക്കോർഡ്സ് ഓഫ് കോസ്മെറ്റിക്. ഷെഡ്യൂൾ വി എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ മാത്രമായ പേറ്റൻറ്റ് അല്ലെങ്കിൽ പ്രൊപ്രൈറ്ററി ആയിട്ടുള്ള മെഡിസിൻസിൻ്റെ സ്റ്റാൻഡേർഡ് ഡിസ്കസ് ചെയ്യുന്ന ഷെഡ്യൂളാണ് ഷെഡ്യൂൾ വി. നെക്സ്റ്റ് വൺ ഈസ് ഷെഡ്യൂൾ W. ഇപ്പോൾ ഷെഡ്യൂൾ Wയിൽ നോക്കുവാണെങ്കിൽ ജനറിക് നെയിംസിൽ വിൽക്കാൻ കഴിയുന്ന ഡ്രഗ്സിൻ്റെ ലിസ്റ്റിനാണ് ഷെഡ്യൂൾ Wയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഷെഡ്യൂൾ Xൽ നമുക്ക് എന്താ കാണാൻ കഴിയുന്നത്? എ ലിസ്റ്റ് ഓഫ് ഡ്രഗ്സ് ഹൂസ് ഇമ്പോർട്ട്, മാനുഫാക്ചർ, സെയിൽ, ലേബലിംഗ്, പാക്കേജിംഗ് ആർ ഗവേൺഡ് ബൈ എ സ്പെഷ്യൽ പ്രൊവിഷൻ. ഓക്കെ. ഇപ്പോൾ ഷെഡ്യൂൾ Yൽ നോക്കുവാണെങ്കിൽ റിക്വയർമെൻറ്റ് ആൻഡ് ഗൈഡ് ലൈൻസ് ഫോർ ദ പെർമിഷൻ ടു ഇമ്പോർട്ട് ആൻഡ് മാനുഫാക്ചർ ഓഫ് ന്യൂ ഡ്രഗ്സ് ഫോർ സെയിൽ ഓർ ടു അണ്ടർടേക്ക് എനി ക്ലിനിക്കൽ ട്രയൽസ്. ഓക്കെ. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഷെഡ്യൂൾസ്. ഡെഫിനിഷൻസ്. ഡ്രഗ്സ്: all medicines for the internal or external use of human beings or animals, and all substances intended to be used for or in the diagnosis, treatment, mitigation or prevention of any disease or disorder in human beings or animals, including preparations applied on human body
for the purpose of repelling insect like mosquitoes. ഡെഫിനിഷൻസ് ഒക്കെ അങ്ങനെ തന്നെ പഠിക്കുക. അപ്പോൾ ഇവിടെ പറയുന്നത് ഡ്രഗ്സ് എന്ന് വെച്ചാൽ എന്തെന്നാണ്, ഇൻറ്റേർണൽ അല്ലെങ്കിൽ എക്സ്റ്റേണൽ യൂസിന് വേണ്ടി ഹ്യൂമൻ ബീങ്സോ ആനിമൽസോ യൂസ് ചെയ്യുന്ന എല്ലാ മെഡിസിൻസിനെയും നമ്മൾ ഡ്രഗ്സ് എന്ന് പറയുന്നു. അതുപോരാതെ ഡയഗ്നോസിസ്, ട്രീറ്റ്മെൻറ്റ്, മിറ്റിഗേഷൻ അല്ലെങ്കിൽ പ്രിവെൻഷൻ ഓഫ് എനി ഡിസീസ് ഓർ ഡിസോർഡർ ഇൻ ഹ്യൂമൻ ബീങ്സ് ഓർ ആനിമൽസ് ക്യാൻ ഓൾസോ സെഡ് ടു ബി ഡ്രഗ്സ്. പിന്നെ അവർ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, ഹ്യൂമൻ ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത്, അതായത് മോസ്കിറ്റോ റിപ്പലൻ്റായിട്ട് അപ്ലൈ ചെയ്യുന്ന വസ്തുക്കളെയും ഡ്രഗ്സിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. Cosmetics. Any article intended to be rubbed, poured, sprinkled or sprayed or on introduced into otherwise applied to the human body or any part. Therefore for cleansing, beautifying, promoting attractiveness or altering the appearance, and includes any article intended for use as a component of cosmetic. കോസ്മെറ്റിക്സ് എന്തെന്നാണ് പറയുന്നത്, ക്ലെൻസ് ചെയ്യാൻ, ബ്യൂട്ടിഫൈ ചെയ്യാൻ, അട്രാക്റ്റീവ്നെസ് പ്രൊമോട്ട് ചെയ്യാൻ, അതുപോലെ തന്നെ അപ്പിയറൻസിനെ ഓൾട്ടർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ആർട്ടിക്കിൾസ് വിച്ച് ക്യാൻ ബി റബ്ഡ്, poured, sprinkled or sprayed are said to be cosmetics. Misbranded drugs. If it is so colored, coated, powdered or polished that damage is concealed, or if it is made to appear of better or greater therapeutic value than it is really is. രണ്ടാമത് അല്ലാതെ മറ്റൊരു രീതിയിൽ പറയാം, ഇഫ് ഇറ്റ് ഈസ് നോട്ട് ലേബിൾഡ് ഇൻ ദ പ്രിസ്ക്രൈബ്ഡ് മാനർ. ഇങ്ങനെ രണ്ട് ഡെഫിനേഷൻസ് ആണ് മിസ്ബ്രാൻഡഡ് ഡ്രഗ്സിനുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് അഡൾട്രേറ്റഡ് ഡ്രഗ്. അഡൾട്രേറ്റഡ് ഡ്രഗിന് 3 ഡെഫിനേഷനാണുള്ളത്. ഒന്നാമത് പറയുന്ന കാര്യം, ഇഫ് ഇറ്റ് കൺസിസ്റ്റ് ഇൻ ഹോൾ ഓർ ഇൻ പാർട്ട് ഓഫ് എനി ഫിൽത്തി, പ്യൂട്രിഡ് ഓർ ഡിക്കമ്പോസ്ഡ് സബ്സ്റ്റൻസസ്, എങ്കിൽ നമുക്കതിനെ അഡൾട്രേറ്റഡ് ഡ്രഗ് എന്ന് പറയാം. രണ്ടാമത് പറയുന്നത്, ഇഫ് ഇറ്റ് ഹാസ് ബീൻ പ്രിപ്പയർഡ്, പാക്ഡ് ഓർ സ്റ്റോർഡ് അണ്ടർ ഇൻസാനിറ്ററി കണ്ടീഷൻസ് whereby it may have been rendered injurious to health. മൂന്നാമത് പറയുന്നത്, ഇഫ് ഇറ്റ്സ് കണ്ടെയ്നർ ഈസ് കമ്പോസ്ഡ് ഇൻ ഹോൾ ഓർ ഇൻ പാർട്ട് ഓഫ് എനി പോയിസണസ് ഓർ ഡെലിറ്റേറിയസ് സബ്സ്റ്റൻസ് വിച്ച് മേ റെൻഡർ ദ കണ്ടന്റ് ഇൻജൂറിയസ് ടു ഹെൽത്ത്. ഇങ്ങനെ 3 പോയിന്റാണ് അഡൾട്രേറ്റഡ് ഡ്രഗ്സിൻ്റെ ഡെഫിനേഷൻസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് വൺ ഈസ് സ്പ്യൂരിയസ് ഡ്രഗ്സ്. സ്പ്യൂരിയസ് ഡ്രഗ്സിൽ പറയുന്നത് 2 ഡെഫിനേഷൻസ് പറയുന്നുണ്ട്. ഇഫ് ഇറ്റ് ഈസ് ഇമ്പോർട്ടഡ് അണ്ടർ എ നെയിം വിച്ച് ബിലോങ്സ് ടു അനദർ ഡ്രഗ്, then if it is an imitation of or a substitute for another drug or resembles another drug in a receive or bears upon it or upon its label or container the name of another drug. അപ്പോൾ നമ്മുടെ ലേബലിൽ ഉണ്ടാവുന്ന ഡ്രഗ് ആയിരിക്കത്തില്ല നമ്മുടെ കണ്ടെയ്നറിനകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഡ്രഗ്സിനാണ് നമ്മൾ പൊതുവെ സ്പ്യൂരിയസ് ഡ്രഗ്സ് എന്ന് പറയുന്നത്. കോമ്പറ്റേറ്റീവ് എക്സാംസിന് മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകാം. The form specified to obtain a retail license to sell the Schedule C and C1 drug is 21A. Barbiturates belong to Schedule G. The license for the manufacture of drugs are issued by State Drug Controller. Ibuprofen tablet belongs to Schedule H. The repacking license is not issued for Schedule E. Premises licensed for sale of drugs are inspected at least once in a year. Biological products belongs to Schedule C. Insulin injections come under the Schedule G. Spurious drug means substitutes. The symbol on left top corner in red on the label is XRX, denotes Schedule X bulk form. Which indications must be prescribed on the label of ophthalmic ointments? Used within 1 month of opening. PCI is reconstituted every dash year. 5. CDL is located at Calcutta. The register for sale of a drug is maintained for a period of dash years. 3 years. Serum belongs to which schedule? Schedule C.